ലോകത്തിലുള്ള എല്ലാ സ്വർണവും ഞാൻ അമ്മയ്ക്ക് കൊണ്ടുതരും. उसके बारे में ना किसी को कुछ लिखना ना पढ़ना चाहिए. उसका नाम और निशान इतिहास के किसी पन्ने में नहीं होना चाहिए. I am enforcing the army and signing the death warrant of the biggest criminal in India. क्या चाहिए दुनिया മുംബൈ ഞാൻ കൈക്കലാക്കാൻ തീരുമാനിച്ചപ്പോൾ എതിർത്ത ഓരോരുത്തന്റെയും പേരെഴുതി കെട്ടി കല്ലറകൾ. किसी को मारा तो पुलिस ढूंढेगा, पुलिस को ही मारा तो तुम्हारा जैसा डॉन ढूंढेगा. Rocky had built for himself the most indestructible empire on earth. He is the biggest criminal. He is the biggest businessman. And this is the biggest national issue. അവൻ KGF-ൽ കടക്കില്ലെന്ന് കരുതി, അവന് ഗരുഡയെ കൊല്ലാൻ പറ്റില്ലെന്ന് കരുതി, KGF-ന്റെ കൺട്രോൾ അവൻ പിടിച്ചെടുക്കുമെന്ന് ആലോചിച്ചു കൂടിയില്ല. കിലാടിയാണ്. तुम लोग मारे भी क्या इंस्पेक्टर को? कोई है? കർണാടക മാത്രമല്ല 21 സ്റ്റേറ്റ്സിനും 9 യൂണിയൻ ടെറിട്ടറീസിനും കൂടി അവനാണ് റൗഡി. ഇനിമേൽ ആ ടെറിട്ടറി നിന്റെ, ഈ ടെറിട്ടറി എന്റെ എന്നൊന്നും പറയണ്ട. വിട്ടുപിടി. The world is my territory. അവൻ അത്രയ്ക്ക് വലിയവനായി, അവനോടൊന്ന് മുട്ടാൻ പോലും വരാൻ തയ്യാറായില്ലേ? Nepotism, മെറിറ്റിൽ വന്നവനാണ്. നിന്റെ മുത്തമ്മയുടെ പേരെന്താ? ആ 20 പേരും അവനെ അറ്റാക്ക് ചെയ്യാൻ വന്നതല്ല, ആ 20 പേരെയും അറ്റാക്ക് ചെയ്യാൻ അവനാണ് വന്നത്. And then he took back the West Coast With style. बेरिया, राजकृष्णप्प बेरिया. കലാഷ്നിക. जनाब, पूरा वेस्ट कोस्ट हाथ से गया. रॉकी ने सबको मार दिया. Where is he from? ബോംബെ. അവനെ കുറിച്ച് ഒരുപാട് വിവരങ്ങളൊന്നുമില്ല. But he went through a lot of struggles earlier on. വരത്തനായതുകൊണ്ട് അവനെ ഒരുപാട് ഉപദ്രവിച്ചു. നീ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയണ്ട. എന്നാ നീ മരിക്കുമ്പോ അതിപ്രബലനായ സമ്പന്നനായ ഒരാളായി മരിക്കണം. लड़का नहीं, मेरा नाम रॉकी है. याद रहेगा ना? रॉकी. जनाब, रॉकी को आपके पास लेके आ रहे हैं. ബോംബെയുടെ തീരദേശത്തു നിന്ന് KGF-നെ ടോട്ടൽ കൺട്രോളിലെടുത്ത് അതിനെ 10 മടങ്ങ് വളർത്തി. ഇന്ത്യയെ മൊത്തമായി അവൻ വിലക്കെടുത്തു. Because forget about going there by road. He didn't even allow commercial flights to fly over KGF. ഇവരെല്ലാവരെയും വിലക്കെടുത്തതും നീ തന്നെ, ഇവരെല്ലാവരെയും തൂക്കിലേക്കാൻ പോകുന്നതും നീ തന്നെ. അതെന്തായാലും നിന്റെ പണി മുടക്കരുത്. ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു കൂട്ടുന്നേ? ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നേ? ഒരു പക്ഷേ അവനെന്ന് മരിച്ചാലും എന്റെ ആഗ്രഹം നിറവേറ്റാനുള്ള യോഗ്യതവനല്ലെന്ന് കരുതി ഞാൻ മറന്നോളാം. അവൻ ജീവനോടിരിക്കുന്ന കാലം ഈ നികൃഷ്ട ലോകത്തിന്റെ ആശകൾ നിറവേറ്റുന്ന സുൽത്താനായി വാഴണം. ഒരു കാറ്റ് കൊടുങ്കാറ്റാകുമെന്നും ആ കൊടുങ്കാറ്റ് വൻ ചുഴലിക്കാറ്റാകുമെന്നും കേട്ടിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. എന്റെ അച്ഛനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് പുരാണത്തിലെ ഭൂതപ്രേത യോദ്ധാക്കളുള്ള കെട്ടുകഥയായി അവതരിപ്പിക്കില്ല. അല്ലെങ്കിൽ ഇതിഹാസത്തിൽ യുദ്ധങ്ങളുടെയോ വിജയങ്ങളുടെയോ നിറം പിടിപ്പിക്കില്ല. ഒരു കൊച്ചു ഗ്രാമത്തില് ഒരു അമ്മയുടെ പിടിവാശിയുടെ കഥയായി പറഞ്ഞേനെ.